ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ബയോളജിക്കൽ ക്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്ന പൈനിയൽ ഗ്ലാൻഡിനെ കുറിച്ചും പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ചുമാണ്, അതിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ചും പിന്നെ ഗൊണാഡ്സിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസാണ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്ത് നേരിട്ട് ബ്ലഡിലേക്ക് അത് റിലീസ് ചെയ്യില്ല. ഹൈപ്പോതലാമസ് ഈ 2 ഹോർമോൺസിനെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ ലോബിലാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് ആവശ്യം വരുന്നതിനനുസരിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബ് ആ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഹൈപ്പോതലാമസിലെ സ്പെഷ്യൽ സെൽസ് ആയിട്ടുള്ള ന്യൂറോ സെക്രീറ്ററി സെൽസാണ് ഈ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ എന്ന 2 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിൽ പോയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കൂ. ദ ഹോർമോൺസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ആർ സെക്രീറ്റഡ് from the posterior lobe of the pituitary gland and produced by special neurosecretory cells of the hypothalamus. മനസ്സിലായില്ലേ? പോസ്റ്റീരിയർ അതായത് ഹൈപ്പോതലാമസിലെ ന്യൂറോസെക്രട്ടറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് പോസ്റ്റീരിയർ ലോബിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയും പോസ്റ്റീരിയർ ലോബാണ് ആ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്ത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 2 ഹോർമോൺസിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഫെസിലിറ്റേറ്റ്സ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ. സെക്കൻഡ് ഫങ്ഷൻ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ. ദീസ് ആർ ദ 2 functions of oxytocin. Okay, the next hormone is vasopressin. Vasopressin is also known as ADH, antidiuretic hormone. It helps in the reabsorption of water in the kidneys. കിഡ്നിയിൽ നിന്ന് വാട്ടർ റീഅബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ADH. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഈ വാസോപ്രസിൻ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിഫറെൻറ്റ് സീസണിൽ, അതായത് സമ്മർ സീസൺ, റെയിനി ഓർ വിൻ്റർ സീസണൊക്കെ ഉണ്ടാവും അല്ലേ? ഈ 2 സീസണിലും നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവല് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് സമ്മർ സീസൺ ആയിരിക്കുമ്പോൾ സ്വെറ്റായിട്ട് ഒരുപാട് വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ കുറവായിരിക്കും. ഈ വാട്ടർ ലെവൽ കുറയുന്ന സമയങ്ങളിൽ ഈ ഹൈപ്പോതലാമസ് വാസോപ്രസിൻ എന്ന ഹോർമോണിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡ്യൂറിങ് സമ്മർ സീസൺ ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഇൻക്രീസസ്. അപ്പോൾ വാസോപ്രസിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വാസോപ്രസിന് കിഡ്നിയിലെത്തി കിഡ്നിയിൽ നിന്ന് കൂടുതൽ വാട്ടർ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. അപ്പോൾ വാസോപ്രസിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്നുള്ള വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കിഡ്നിയിൽ നിന്ന് യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന വാട്ടറിൻ്റെ ലെവൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സമ്മർ സീസണിൽ മൂത്രത്തിൻ്റെ അളവ് കുറവായിട്ട് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ?
During summer season, large quantity of water is eliminated from the body in the form of sweat. In this situation, the production of ADH increases. As a result, the reabsorption of water from kidneys increased and small quantity of water is eliminated through urine. Okay. നോക്കൂ, അപ്പോൾ ഇനി വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ റെയിനി സീസണിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. റെയിനി സീസണിൽ സ്വെറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുമോ? സമ്മർ സീസണിലെ പോലെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവല് കൂടുതലായിരിക്കും. ആ സമയങ്ങളിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വാസോപ്രസിൻ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷനും കുറയും. റീഅബ്സോർപ്ഷൻ കുറയുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. അപ്പോൾ യൂറിനിലൂടെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഡ്യൂറിങ് വിൻ്റർ ഓർ റെയിനി സീസൺ, small quantity of water is eliminated from the body in the form of sweat. In these situations, production of vasopressin decreases. As a result, the reabsorption of water from the kidneys gets reduced and large quantity of water is eliminated through urine. Okay. അപ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ്, അതായത് സ്വെറ്റിലൂടെ കൂടുതലായിട്ട് വാട്ടർ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിൽ വാസോപ്രസിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, റീഅബ്സോർപ്ഷൻ കൂടും. അപ്പോൾ യൂറിനിലൂടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് കുറയുകയും ചെയ്യും. അല്ലാതെ പിന്നെ റെയിനി ഓർ വിൻ്റർ സീസണിലാവുമ്പോൾ സ്വെറ്റിലൂടെ വാട്ടർ നഷ്ടപ്പെടുന്നത് കുറവായിരിക്കും. അപ്പോൾ വാസോപ്രസിൻ ഡിക്രീസ് ചെയ്യും. വാസോപ്രസിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ റീഅബ്സോർപ്ഷനും കുറയും. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഇനി വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷൻ കുറയും. റീഅബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ട് വാട്ടർ യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഈ കണ്ടീഷനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുക. മനസ്സിലായോ? When the production of vasopressin decreases, the reabsorption of water in the kidney is decreased and large amount of urine is eliminated. This condition is called diabetes insipidus. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ സിംറ്റംസ് ആണ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്. അതായത് മൂത്രം കൂടെ ഒഴിക്കാൻ തോന്നുക എന്നുള്ളതും പിന്നെ ഭയങ്കര ദാഹം ഉണ്ടാവുന്നതും, ഈ രണ്ട് സിംറ്റംസും ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ സിംറ്റംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഗ്ലാൻഡ് ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓവറീസ് ഇൻ ഫീമെയിൽ ഈസ് നോൺ ആസ് ഗൊണാഡ്സ്. അതായത് പിന്നെ ടെസ്റ്റിസും ഓവറിയൊക്കെ സെക്സ് ഓർഗൻസ് ആണ്. ആ സെക്സ് ഓർഗൻസിനെ പൊതുവായിട്ട് വിളിക്കുക ഗൊണാഡ്സ് എന്നാണ്. അപ്പോൾ ഈ അതായത് ടെസ്റ്റിസും ഓവറീസും ഡിഫറെൻറ്റ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ടെസ്റ്റിസ് ഇൻ മെയിൽ സെക്രീറ്റ് ദ ഹോർമോൺ കോൾഡ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് കൺട്രോൾസ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് സ്പേം. മനസ്സിലായോ? അതായത് സ്പേമിൻ്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യും, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ. അപ്പോൾ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷുവൽ ക്യാരക്ടേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നതും സ്പേം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും ടെസ്റ്റോസ്റ്റിറോണാണ്. അപ്പോൾ ഈ ഒരു ഹോർമോണെ ടെസ്റ്റിസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഫീമെയിലുള്ള ഓവറി 2 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓവറീസ് ഇൻ ഫീമെയിൽ സെക്രീറ്റ് 2 ടൈപ്സ് ഓഫ് ഹോർമോൺസ്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. Estrogen controls secondary sexual characters in female, ovulation, menstrual cycle, etc. Okay, secondary sexual characters, ovulation, menstrual cycle ഒക്കെ ഈസ്ട്രജൻ കൺട്രോൾ ചെയ്യും. ഇനി നെക്സ്റ്റ് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ ഓൾസോ കൺട്രോൾസ് ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, പ്രൊജസ്ട്രോണും ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസിൽ എംബ്രിയോനെ നിലനിർത്താനായിട്ടും പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിക്കാനുള്ള അത് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ്. ഹൈപ്പോതലാമസിനെ കുറിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ അല്ലേ. ദീസ് 2 ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ആൻഡ് സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന മറ്റ് 2 ഹോർമോൺസാണ് റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. ഈ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിലെത്തി അവിടെയുള്ള ട്രോപ്പിക് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോതലാമസ് എന്താണെന്നുള്ള ബ്രെയിനിലെ ഒരു പാർട്ടാണ്. ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. മനസ്സിലായോ? ഹൈപ്പോതലാമസ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെർബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്ത് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷനെയും ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈപ്പോതലാമസിനെ പ്രൈം കൺട്രോളർ എന്ന് വിളിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്ന ആൾ എന്നുള്ളതാണ് പ്രൈം കൺട്രോളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈ ഹൈപ്പോതലാമസ് ഈസ് കോൾഡ് പ്രൈം കൺട്രോളർ? it controls the pituitary glands and thereby other endocrine glands, so hypothalamus is called പ്രൈം കൺട്രോളർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈം കൺട്രോളറായിട്ട് ഹൈപ്പോതലാമസ് ആക്ട് ചെയ്യുന്നതെന്നുള്ളതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഹൈപ്പോതലാമസ് 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ. ഈ റിലീസിങ് ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺസ്. റിലീസിങ് ഹോർമോൺ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്ത് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ എത്തിക്കഴിഞ്ഞാൽ ആൻറ്റീരിയർ ലോബിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ട്രോപ്പിക് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാനായിട്ട് റിലീസിങ് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. Inhibitory hormones inhibits the production of tropic hormones in the anterior lobe of the pituitary gland. അതായത് ഇൻഹിബിറ്ററി ഹോർമോൺ ഹൈപ്പോതലാമസിൻ്റെ പിറ്റ്യൂട്ടറി ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ട്രോപ്പിക് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതായത് എങ്ങനെയാണ് ഈ ഹൈപ്പോതലാമസ് മറ്റ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവല് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയാൻ പാടില്ല. അത് ആ നോർമൽ ലെവലിൽ തന്നെ കീപ്പ് ചെയ്ത് പോവണം അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഹൈപ്പോതലാമസ് പെട്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യും. നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഹൈപ്പോതലാമസ് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ആ ഹൈപ്പോതലാമസ്
ഈ റിലീസിങ് ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിലീസിങ് ഹോർമോണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിലെത്തി അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ACTH എന്ന ട്രോപ്പിക് ഹോർമോണ് സെക്രീറ്റ് ചെയ്യും. ACTH എന്തിനാണ് സെക്രീറ്റ് ചെയ്യുന്നത്? അതായത് ഗ്ലൂക്കോസാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലൂക്കോസിൻ്റെ ലെവല് കൂട്ടി നോർമലിലേക്ക് എത്തിക്കാനായിട്ടാണ് റിലീസിങ് ഹോർമോണ് ആൻറ്റീരിയർ ലോബിലെത്തി ACTH എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ACTH അഡ്രീനൽ കോർട്ടെക്സിലെത്തും. അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണാണ് ACTH. ആ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണ് എവിടെ എത്തും? അഡ്രിനൽ കോർട്ടെക്സിലെത്തി കോർട്ടിസോൾ എന്ന ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോർട്ടിസോള് ലിവറിലെത്തി ലിവറിൽ വെച്ച് പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും കൂടുതൽ ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാക്കിയെടുത്തില്ലേ കോർട്ടിസോള്, ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തി ആ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? when the level of glucose become decreased in our body, then hypothalamus detect the decreased production of glucose and it produce releasing hormone. The releasing hormone reaches the anterior lobe of the pituitary gland and stimulate it. Secrete ACTH, adrenocorticotropic hormone. This hormone reaches the adrenal cortex and produce cortisol. The cortisol reaches the liver and synthesize more glucose from protein and fat. Then the level of glucose in blood increases. Okay. അപ്പോൾ ഗ്ലൂക്കോസ് ലെവല് കൂട്ടാനായിട്ട്, അതായത് നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള എന്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാലും അത് ഡിറ്റക്റ്റ് ചെയ്യുക ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആ റിലീസിങ് ഹോർമോണ് വഴിയാണ് ട്രോപ്പിക് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ട്രോപ്പിക് ഹോർമോൺസിലൂടെ മറ്റ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വല്ല കുറവും വന്നു കഴിഞ്ഞാൽ ഹോർമോൺസിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിലീസിങ് ഹോർമോണിനെയാണ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുക. ഇനി എല്ലാം നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ നോർമലായിട്ട് പോവുകയാണ്, ഒന്നിൻ്റെയും ലെവല് കൂട്ടാനൊന്നുമില്ല. അപ്പോൾ ഹൈപ്പോതലാമസിന് കൂടുതലായിട്ട് ഈ ട്രോപ്പിക് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമോ? വരില്ല. ട്രോപ്പിക് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്, അത് തടയുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഹിബിറ്ററി ഹോർമോണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിലെത്തി ആ ട്രോപ്പിക് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2 ഹോർമോൺസാണ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം വഴിയാണ് നമ്മുടെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട്സ് എഴുതേണ്ടത് ടീച്ചർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ സ്ക്രീനിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട്സായിട്ട് അതിൻ്റെ ആൻസർ എഴുതണം. ഓക്കെ.